Alleluia, 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 ചേർന്ന് പാടാമോ? കുറേ വർഷങ്ങൾക്ക് പുറകിൽ ഒരു സഭായോഗം നടക്കുമ്പോൾ കർത്താവിന്റെ ദാസൻ അനിൽ പാസ്റ്റർ എൻ്റെ അടുത്ത് കൊണ്ടുവന്ന ഒരു സഹോദരനെ പരിചയപ്പെടുത്തി. അദ്ദേഹത്തിൻ്റെ പേര് ജിജിൻ എന്നാണ്. ഫ്ലൂട്ട് വായിക്കുന്ന ആളാണ്. ഞങ്ങളെ സഹോദരങ്ങളായി, സ്നേഹിതരായി, സഹോദരങ്ങളായി പിരിയാൻ പറ്റാത്ത ബന്ധത്തിലേക്ക് പ്രിയ ജിജിനും ബ്ലസ്സിയുമൊക്കെ ആയി മാറാൻ കർത്താവ് സഹായിച്ചു. എൻ്റെ ശുശ്രൂഷ സമയങ്ങളിൽ അദ്ദേഹം ഇല്ലാത്ത സ്റ്റേജിൽ ഞാൻ നിന്നിട്ടേയില്ല. എങ്കിലും ഞങ്ങൾ നിരാശരല്ല. ഏറ്റവും വലിയ ക്രിസ്തീയ പ്രത്യാശയിൽ ഞങ്ങൾ ആശ്രയിച്ച് ഉറയ്ക്കുകയാണ്. കഴിഞ്ഞ ബുധനാഴ്ച ദിവസം ഞാനൊരു സ്വപ്നം കണ്ടു. ബ്ലസ്സിയുടെ പാപ്പ എൻ്റെ അടുത്ത് വന്ന് നിൽക്കുന്നു. അദ്ദേഹത്തിൻ്റെ പുറകിൽ ബ്ലസ്സിയുമുണ്ട്. ഈ പാപ്പ കരഞ്ഞുകൊണ്ടാണ് നിൽക്കുന്നത്. ഞാൻ രാവിലെ തന്നെ ബ്ലസ്സിയോട് പറഞ്ഞു, ഞാൻ ഇങ്ങനൊരു സ്വപ്നം കണ്ടു. കഴിഞ്ഞ വ്യാഴാഴ്ച ദിവസം, അടുത്ത ദിവസം വീണ്ടും സ്വപ്നം. എന്നോടൊരാൾ പറയുകയാണ്, നിന്റെ സ്റ്റേജിൽ നിൽക്കുന്ന ഒരാളെ ഞാൻ മാറ്റാൻ പോവുകയാണ്, കൊണ്ടുപോവുകയാണ്. നീ ബലപ്പെട്ട് നിൽക്കണം. ഞാൻ മടക്കി വിളിക്കുകയാണ്. ഉപവാസ പ്രാർത്ഥന നടക്കുമ്പോൾ ഞാൻ
അതിൻ്റെ ആദ്യ ദിവസം മൈക്കെടുത്ത് പറഞ്ഞു, നമ്മുടെ കൂട്ടത്തിൽ ഒരു മരണം സംഭവിക്കും. നവംബറിന് മുമ്പാണ് ഞാൻ കാണുന്നത്. അത് നമ്മുടെ ഇടയിൽ ദൈവത്തോടുള്ള സ്നേഹവും ദൈവത്തോടുള്ള ഭയവും ഉണ്ടാക്കുവാൻ അത് സംഭവിക്കുമെന്ന് പൊതുസഭയോട് പറഞ്ഞു. അതിനുശേഷം പാസ്റ്റർ കെ എബ്രഹാം പാസ്റ്ററോടുള്ള ഞായറാഴ്ച ഇത് വീണ്ടും ആവർത്തിച്ചു. കർത്താവിൻ്റെ ദാസൻ പാസ്റ്റർ നിക്സൺ, എനിക്ക് തോന്നുന്നു ഇവിടെ ഇവിടെ ഉണ്ട്, ഒന്ന് കൈയുയർത്താവോ? പാസ്റ്റർ നിക്സൺ, ഇദ്ദേഹത്തിന് അറിയില്ല ഈ സംഭവം. എന്നോട് ഇദ്ദേഹം പറഞ്ഞു, പാസ്റ്റർ നീ കൈവച്ച് പ്രവചന ശുശ്രൂഷ കൈമാറിയ ഒരു ചെറുപ്പക്കാരനെ കർത്താവ് മടക്കി വിളിക്കുകയാണ്. നീ തളർന്നു പോകരുത്. ഇതെന്നോട് പറയുന്നത് വെള്ളിയാഴ്ച ദിവസമാണ്. ഞായറാഴ്ച ഞങ്ങളുടെ സഭായോഗം സാധാരണ സമയത്തിന് മുകളിൽ പോയി. ജിജിൻ അന്ന് പ്രസംഗകരെ കൊണ്ട് പ്രസംഗിപ്പിക്കാത്ത വിധത്തിൽ ഫ്ലൂട്ടും ഈ ഇൻസ്ട്രുമെൻ്റ് എല്ലാം വായിക്കുകയായിരുന്നു. അങ്ങനെ പുള്ളി ആദ്യമായിട്ടാണ് ഞങ്ങളുടെ ഇടയിൽ നമ്മളെ കൊണ്ട് ഒരു കാര്യം സമ്മതിക്കാത്ത വിധത്തിൽ കയറി ചെയ്തു. സാധാരണ ഞങ്ങളുടെ സഭായം കഴിയുമ്പോൾ ഞാൻ ഉച്ചയ്ക്ക് പോയി കിടക്കും. വൈകുന്നേരങ്ങളിലാണ്, ഡിന്നറിനാണ് ഞങ്ങൾ വീണ്ടും കൂടുന്നത്. അതിനെല്ലാവരും കാണും. അതിനകത്ത് പ്രധാന സീറ്റിൽ ജിജിനും ബ്ലസ്സിയും കാണും. പക്ഷെ അന്ന് ഉച്ചയ്ക്ക് എൻ്റെ ഹൃദയത്തിലൊരു തോന്നൽ, ഇവരെ 4 മണിക്ക് തന്നെ ജിജിനെയും ബ്ലസ്സിയെയും വീട്ടിലേക്ക് വിളിപ്പിക്കണമെന്ന്. അങ്ങനെ ഇതുവരെ ഉണ്ടായിട്ടില്ല. അവർ രണ്ടുപേരെയും ഞങ്ങൾ വീട്ടിൽ കൊണ്ടുവന്നു. ഞങ്ങളുടെ ബെഡ്റൂമിൽ കയറ്റി ഇരുത്തി വാതിലടച്ചിട്ട് 2 മണിക്കൂർ ഞാൻ ഇവരോട് സംസാരിച്ചു. അതിനിടയിൽ പലതവണ ഞാൻ ജിജിനോട് പറഞ്ഞു, എനിക്ക് ഏറ്റവും സ്നേഹമുള്ളത് നിന്നോടാണ്. പ്രിൻസിയും ബ്ലസ്സിയുടെ മുറിക്കകത്ത് ഞങ്ങൾ സംസാരിക്കുമ്പോൾ അവരുടെ ദുബായിലുള്ള മമ്മിയെ ഞങ്ങൾ വീഡിയോ കോളിൽ വിളിച്ച് ഞങ്ങൾ 4 പേരുടെ കാര്യം പറഞ്ഞു, തമാശ പറഞ്ഞു. അത് കഴിഞ്ഞിട്ട് ബ്ലസ്സിയും പ്രിൻസിയും സംസാരിക്കുന്നു. ഞങ്ങൾ വീടിന് വെളിയിലേക്ക് ഇറങ്ങി. ഞാൻ താമസിക്കുന്ന ഏരിയയിൽ ജിജിൻ എന്നോട് ആവശ്യപ്പെട്ടു, കൂടെ ഒന്ന് നടക്കാമോ എന്ന്. ഇങ്ങനൊന്നും എന്നോട് പറഞ്ഞിട്ടില്ല. ആ വില്ലയ്ക്ക് ചുറ്റും കൂടെ നടക്കാമോ? അന്നേരം മഴ ചാറുവാണ്. ഞാൻ പറഞ്ഞു പറ്റില്ല, എനിക്ക് പാസ്റ്റർ കെ എബ്രഹാമിൻ്റെ കൂടെ പോകണം, എനിക്കിപ്പോൾ പറ്റില്ല. അല്ല, 2 റൗണ്ട് നമുക്കൊന്ന് നടക്കാം, എൻ്റെ കൂടെ ഒന്ന് നടക്കാമോ എന്ന് ചോദിച്ചു. ഞാനും എൻ്റെ മൂത്ത മകനും നയമ മോളും ഞങ്ങൾ 4 പേരൂടെ വില്ലയ്ക്ക് ചുറ്റും നടന്നു. നടക്കുമ്പോൾ ഇദ്ദേഹത്തിന് അറിയേണ്ടത് ആരാണ് നമ്മുടെ ഇടയിൽ നിന്ന് പോകുന്നയാൾ. ഞാൻ പറഞ്ഞു എനിക്കറിയില്ല. പിന്നീട് ഞങ്ങൾ നോക്കുമ്പോൾ ഇദ്ദേഹത്തിന് ഇത് അറിയാമോ എന്ന് പോലെ എനിക്ക് തോന്നുന്നു. ഞങ്ങളുടെ വീടിൻ്റെ അവിടെ ഒരു വലിയ മാവുണ്ട്. ആ മാവ് നിറച്ച് വെള്ളമാണ്. ഈ മഴ പെയ്ത് ഇദ്ദേഹം എല്ലാവരുടെടുത്തും തമാശ പറയും. ഞങ്ങളുടെ ടീം ജോൺ ജബരാജിനറിയാം. അദ്ദേഹം പുല്ലാങ്കുഴൽ മോനെ നാളെ വിളിക്കുന്നത് ഞങ്ങൾ ഫ്ലൂട്ട് എന്നാണ് വിളിക്കുന്നത്, പേര് വിളിക്കാറില്ല. ഒത്തിരി തമാശ പറയും. എൻ്റെ അടുത്ത് അദ്ദേഹം എന്നെ തൊടുന്ന തമാശകൾ പറയില്ല. പക്ഷെ അന്ന് ഈ മാവിൻ്റെ ചോട്ടി വന്നപ്പോൾ ഞാൻ പാസ്റ്ററിൻ്റെ അടുത്ത് പോകാൻ പകുതി ഡ്രസ്സിലാണ്. ഈ മാവിൻ്റെ കമ്പെ പിടിച്ച് ഫുള്ള് കുലുക്കി എന്നിൽ ഷവറിൽ നിന്ന് വെള്ളം ചാടിക്കുന്ന പോലെ എൻ്റെ ദേഹത്തെല്ലാം ചാടിച്ച് പുള്ളി അങ്ങ് പൊട്ടിച്ചിരിച്ചു.
ഞാനകത്ത് മുറി അന്നേരം ബ്ലെസ്സിയും പ്രിൻസിയും അകത്ത് സംസാരിക്കുകയാണ്. ഞാൻ ഓടി അകത്ത് കയറി ആ ഫ്ലൂട്ട് എന്നെ കുളിപ്പിച്ചെന്ന് പറഞ്ഞു. ഇതാണ് എൻ്റെ അവസാനത്തിൽ ലാസ്റ്റ്. അന്നേരത്തിന് 6:30 ഞാൻ പാസ്റ്ററിൻ്റെ അടുത്തോട്ട് പോകാൻ നേരത്ത് വരുന്നു എന്ന് ചോദിച്ചു. ഞാൻ ബ്ലെസ്സിയുടെ കൂടെ ഇവിടെ ഇരിക്കുകയാണെന്ന് പറഞ്ഞു, എൻ്റെ വീട്ടിൽ ഇരിക്കുകയാണെന്ന് പറഞ്ഞു. ഞങ്ങൾ വീട്ടിൽ നിന്ന് പോയി. 7 മണിയായപ്പോൾ ബ്ലെസ്സി എന്നെ വിളിച്ചു. 1/2 മണിക്കൂർ കഴിഞ്ഞപ്പോൾ വിളിച്ചു, ഛർദിച്ചു, ഗ്യാസാണെന്ന് തോന്നുന്നു, അവിടെ ഒരു ഹോസ്പിറ്റലിലേക്ക് കൊണ്ടുപോവുകയാണ്. ഹോസ്പിറ്റലിൽ ചെല്ലുമ്പോൾ അടുത്ത വാർത്ത ആൻജിയോഗ്രാം ചെയ്യണം, ചെറിയ വേരിയേഷൻ പ്രശ്നമുണ്ട്. ആ ആശുപത്രി കൊള്ളത്തില്ലെന്ന് എനിക്ക് തോന്നിയത് കൊണ്ട് ഞാൻ പിന്നീടുള്ള മുഴുവൻ സഹായങ്ങളും ഈ ക്രമീകരണങ്ങളെല്ലാം ഇത്ര രാജകീയമായി ചെയ്തത്, ചുക്കാൻ പിടിച്ചത് പ്രിയ ശോഭി ബ്രദറാണ്. ഞാൻ അദ്ദേഹത്തോട് ആവശ്യപ്പെട്ടു, കിട്ടാവുന്നതിൽ ഏറ്റവും നല്ല ഹോസ്പിറ്റൽ, ഏറ്റവും നല്ല ഡോക്ടേഴ്സ് എവിടാണെന്ന് പറ, അവിടെ ജീവനെ എത്തിക്കാം. അദ്ദേഹം വലിയ ആശുപത്രിയും വലിയ സംവിധാനങ്ങളും ഒരുക്കി വെച്ചുകൊണ്ട് കൊണ്ടുപോയി. ദൈവം തിരികെ വിളിക്കുമ്പോൾ പണത്തിനോ കഴിവിനോ ശാസ്ത്രത്തിനോ ഒന്നും തടയാൻ പറ്റില്ല എന്നത് അടുത്ത മണിക്കൂറുകളിൽ ഞങ്ങൾ കാണുന്ന കാഴ്ചയായിരുന്നു. ഞാൻ പിന്നീട് അറിഞ്ഞത് ബ്ലെസ്സിയുടെ അടുത്ത് ജിജിൻ, ഞങ്ങളുടെ ഫ്ലൂട്ട് ഇങ്ങനെ പറഞ്ഞു, നീ പാസ്റ്ററിൻ്റെ കുടുംബത്തിൻ്റെ കയ്യിൽ സേഫ് ആയിരിക്കും, ഞായറാഴ്ച കൊണ്ട് എല്ലാത്തിനും ഒരു തീരുമാനമാകും. ജിജിൻ്റെ മമ്മി ഇന്നലെ എന്നോട് പറഞ്ഞു, ശനിയാഴ്ച രാത്രി ഒരു സ്വപ്നം കണ്ടു, സ്വർഗം തുറന്ന് ദൂതന്മാർ കൂട്ടമായി ആരെയോ കൊണ്ടുപോകാൻ ഇറങ്ങി വരുന്നു. അമ്മ വിചാരിച്ചു ഇത് സ്പിരിച്വൽ അർത്ഥമാണെന്ന്. ഇന്നലെ എന്നോട് പറഞ്ഞ എൻ്റെ മോനെ കൊണ്ടുപോകാനാണെന്ന് എനിക്കറിയില്ലായിരുന്നു എന്ന്. അതുകൊണ്ട് തന്നെ നല്ല പ്രത്യാശയുണ്ട്. ഇത് ഇവിടം കൊണ്ട് തീർന്നു പോകുന്ന നിരാശയുടെ പ്രോഗ്രാമിൻ്റെ പിന്നിലല്ല ഞങ്ങൾ നിൽക്കുന്നത്. വീണ്ടും കാണാമെന്നുള്ള വലിയ പ്രത്യാശയിലാണ് ഞങ്ങൾ നിൽക്കുന്നത്. ഞങ്ങളിവിടെ ബൈ ബൈ പറഞ്ഞു വിടുകയല്ല, അടുത്ത പ്രഭാതത്തിൽ കാണാമെന്നുള്ള ഗുഡ് നൈറ്റാണ് ഞങ്ങൾ പറയുന്നത്. ബൈബിളിലൊരു വാക്യം, നിങ്ങൾ അന്യോന്യം ആശ്വസിച്ചു കൊള്ളാൻ പറയുന്നൊരു വാക്യം, അതിനു മുമ്പ് പറയുന്നത് അത് ക്രിസ്തീയ പ്രത്യാശയുടെ ഏറ്റവും വലിയ ഫൗണ്ടേഷനാണ്. ആ ഫൗണ്ടേഷൻ നമുക്കെല്ലാവർക്കും അറിയാവുന്ന വാക്യമാണ്. ഈ വാക്യം പറഞ്ഞു വേണം നിങ്ങളുടെ പ്രതിസന്ധിയിൽ അന്യോന്യം ആശ്വസിക്കാൻ ബൈബിൾ പറയുന്നത്. ആ വാക്യം ഇങ്ങനെയാണ്, കർത്താവ് തൻ ഗംഭീരനാദത്തോടും പ്രധാന ദൂതന്റെ ശബ്ദത്തോടും ദൈവത്തിൻ്റെ കാഹളത്തോടും കൂടെ സ്വർഗത്തിൽ നിന്നിറങ്ങി വരികയും മുൻപേ ക്രിസ്തുവിൽ മരിച്ചവർ ഉയർത്തെഴുന്നേൽക്കുകയും പിന്നെ ജീവനോടെ ശേഷിക്കുന്ന നാം അവനെ എതിരേൽക്കുവാൻ മേഘങ്ങളിൽ എടുക്കപ്പെടുകയും ചെയ്യും. ആ വലിയ പ്രത്യാശ ഞങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും അന്യോന്യം പറഞ്ഞുകൊണ്ട് ആ വചനത്തെ ഞങ്ങൾ ആശ്രയിക്കുന്നു, ഉറയ്ക്കുന്നു. ആ വലിയ ക്രിസ്തീയ പ്രത്യാശയിൽ കൂടിതൻ ദൂത സൈന്യവുമാ